ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങ കറിയാണ്. കുമ്പളങ്ങ മാങ്ങയും ചേർത്തുള്ള ഒരു നല്ല ടേസ്റ്റുള്ള കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നു. അതിലേക്ക് 3 പച്ചമുളക് നടുക കീറി എടുത്തിട്ടുണ്ട്. പച്ചമുളക് എരിവിനനുസരിച്ച് കൂട്ടിയെടുക്കാം. ഒരു 6-8 ചുവന്നുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 3 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മാങ്ങ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പുളിയുള്ള മാങ്ങയാണെങ്കിൽ 2 എണ്ണം മതിയാകും. 2 മാങ്ങയാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത്. അതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് തേങ്ങാപ്പാൽപ്പൊടി കലർത്തിയെടുത്ത നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഇത്. അതിനി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുമ്പളങ്ങയും പച്ചമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമാങ്ങയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് അത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ കുമ്പളങ്ങ വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മുടെ കുമ്പളങ്ങ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നല്ലതായിട്ടൊന്നുകൂടെ ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലും ചേർത്ത് വീണ്ടും നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാങ്ങയ്ക്ക് നല്ല പുളി ഉണ്ടായിരിക്കണം. എന്നാലാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി കടുക് താളിച്ച് ചേർക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 3-4 ചുവന്നുള്ളി അരിഞ്ഞതും 1 വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലതായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. ഇതും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ കുമ്പളങ്ങ മാങ്ങാക്കറി റെഡിയായി. അതിനെയും ഒരു സെർവിങ് പ്ലേറ്റിലെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്